ഒടുവിൽ കോൺഗ്രസ് അണികൾ വരെ പറഞ്ഞു തുടങ്ങി പിണറായി മികച്ചതായിരുന്നു എന്നും അയാൾ ഒരു പാവം മനുഷ്യനായിരുന്നു എന്നും. കോൺഗ്രസ് നേതാക്കന്മാരുടെ കസേര കടിപിടിയും പിടിവലിയും ഒക്കെ കണ്ടപ്പോൾ അവർ ഇന്നലകളിൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യത്തെ ഓർത്ത് പശ്ചാത്തപിക്കുകയാണ്. നവമാധ്യമങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന കോൺഗ്രസുകാരുടെ ഒരു സൈബർ പോരാളി ഇപ്പോൾ നേതാക്കന്മാരുടെ തമ്മിൽ തല്ലും തൊഴുത്തിൽ കുത്തും ഒക്കെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമൊന്ന് കേട്ടെ. മിസ് ചെയ്യുന്നടാ, പിണറായി വിജയനെ മിസ് ചെയ്യുന്നു. അങ്ങേര് ഇതിനേക്കാളൊക്കെ എത്രയോ ഭേദമായിരുന്നു, അങ്ങേര് മതിയായിരുന്നു. ഇതുപോലെ ഇപ്പോൾ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ശരിക്കും പറയാം, എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ദേഷ്യമുള്ളൊരു മനുഷ്യനായിരുന്നു പിണറായി വിജയൻ. ധാർഷ്ട്യത്തിനൊരു പര്യായ പദം ഉണ്ടെങ്കിൽ പിണറായി വിജയൻ എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാരണം കൊണ്ട് എനിക്ക് ആ വ്യക്തിയോട് ഭയങ്കരമായ ദേഷ്യവും അമർഷവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങേരൊക്കെ വെറും പാവമാണ്. ശരിക്കും അങ്ങേരൊക്കെ വെറും എനിക്ക് സാധുവായിട്ട് ഫീൽ ചെയ്യുന്നു നിന്റെയൊക്കെ തന്തയില്ലായ്മ കാണുമ്പോൾ. നമുക്ക് കാണാം ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. കുറ്റം പറഞ്ഞവരെ കൊണ്ട് നല്ലത് പറയിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ മേന്മ. അത് സ്വന്തം സംഘടന പരാജയപ്പെട്ടിട്ടാണെങ്കിലും കഴിഞ്ഞ 10 വർഷം ഈ നാട് എത്ര സമാധാനപൂർണമായി മുന്നോട്ട് പോയി എന്നും ഒരു അധികാര കൈമാറ്റത്തിന് ശേഷം തെരുവോരങ്ങൾ മുഴുവൻ അധികാര കസേരയ്ക്ക് വേണ്ടി തമ്മിലടി നടത്തുമ്പോൾ കേരളം എന്ന നാട് ഈ ലോകത്തിന്റെ മുന്നിൽ പല കാര്യത്തിലും തല ഉയർത്തി നിന്നതിനപ്പുറം ഇതാണോ മലയാളികൾ ഇത്ര നിലവാരമില്ലാത്തവരാണോ സംസ്കാരമില്ലാത്തവരാണോ എന്ന് ലോകം ചോദിക്കുന്ന രീതിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ ശേഷിയുള്ളവർക്ക് വൈകിയാണെങ്കിലും ചില തിരിച്ചറിവുകൾ വരും. ആ തിരിച്ചറിവാണ് നിങ്ങൾ കേട്ടത്. ഇങ്ങനെ പലർക്കും ഇപ്പോൾ ഉള്ളിൽ തോന്നുന്നുണ്ടാകാം. ഇന്നലകളിൽ ഇവരുടെ തന്നെ PR ടീമുകളായിട്ടുള്ള മാധ്യമങ്ങൾ ധാർഷ്ട്യം ധിക്കാരം എന്ന പേരിൽ ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ ഇകഴ്ത്താൻ വേണ്ടി സംഘടിതമായ ശ്രമം, അതിന്റെയൊക്കെ വസ്തുത ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. എല്ലാ കാര്യങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിരുന്നിടത്ത് കഴിഞ്ഞ 1 മാസമായിട്ട് സകലതും താളം തെറ്റിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ എങ്ങനെ അവതാളത്തിലാകുന്നു എന്നുകൂടി കാണാം. അപ്പോഴാണ് കൂടുതൽ ഒരു വ്യക്തിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ചിലയിടങ്ങളിൽ നിന്നൊക്കെ ഇതുപോലെ എതിർത്തിരുന്നവരിൽ നിന്ന് മറിച്ച് ചിന്തിക്കേണ്ട അവസരത്തിൽ കാര്യങ്ങൾ എത്തിയെങ്കിൽ 5 വർഷം അപ്പുറം എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് പറയുന്നത്. ചെയ്ത നല്ല പ്രവൃത്തിയാണോ വൈകിയാണെങ്കിലും അംഗീകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മിസ് ചെയ്യുന്നടാ, പിണറായി വിജയനെ മിസ് ചെയ്യുന്നു. അങ്ങേര് ഇതിനേക്കാളൊക്കെ എത്രയോ ഭേദമായിരുന്നു, അങ്ങേര് മതിയായിരുന്നു. ഇതുപോലെ ഇപ്പോൾ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ശരിക്കും പറയാം, എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ദേഷ്യമുള്ളൊരു മനുഷ്യനായിരുന്നു പിണറായി വിജയൻ. ധാർഷ്ട്യത്തിനൊരു പര്യായ പദം ഉണ്ടെങ്കിൽ പിണറായി വിജയൻ എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാരണം കൊണ്ട് എനിക്ക് ആ വ്യക്തിയോട് ഭയങ്കരമായ ദേഷ്യവും അമർഷവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങേരൊക്കെ വെറും പാവമാണ്. ശരിക്കും അങ്ങേരൊക്കെ വെറും എനിക്ക് സാധുവായിട്ട് ഫീൽ ചെയ്യുന്നു നിന്റെയൊക്കെ തന്തയില്ലായ്മ കാണുമ്പോൾ. നമുക്ക് കാണാം ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം.